വരണ്ട കാലാവസ്ഥക്കും പൊള്ളുന്ന താപനിലക്കും പേര് കേട്ട ദുബായിൽ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു. കുറച്ചു നല്ല പെയ്തത് 1.5 വർഷം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു തീർത്തു എന്നാണ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചത് അല്ലേ. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോകളൊക്കെ പങ്കിട്ടിരുന്നു. ഈ പറഞ്ഞ ദുബായിൽ വളരെ തിരക്കേറിയ നഗരത്തിൻ്റെ ആ ഫ്ലോ മുഴുവൻ അവിടെ സ്റ്റോപ്പ് ആവുകയും പ്രളയം ബാധിച്ചുകൊണ്ട് അവസാനം വളരെ ആളുകൾ കഷ്ടപ്പെടുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്നുള്ളത്? പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. അറേബ്യൻ പെനിൻസുലയിൽ ഉണ്ടായ ഒരു സ്റ്റോമാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. ക്ലൗഡ് സീഡിംഗ് ആണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങുമാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ക്ലൗഡ് സീഡിംഗ് ഇതിൻ്റെ ഒരു കാരണമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ UAE പോലുള്ള രാജ്യത്ത് നമുക്കറിയാം ഒറ്റ റിവർ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ ക്ലൗഡ് സീഡിങ്ങിനുള്ള സാധ്യത അവർ കണ്ടെത്തുകയും 2000 കൂടി തന്നെ UAE റെയിൻ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്നുള്ള പേരിൽ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി UAE ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 86 ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് വെതർ അറിയാനുള്ള ചില കണ്ടീഷനുകളും റഡാറുകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മഴ ലഭിക്കുന്നതിന് എന്ത് ചെയ്യുള്ളൂ, കാരണമായി തീരുകയുള്ളൂ. ഒരിക്കലും ഒരു ഇല്ലാത്ത ക്ലൗഡിനെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം ഈ പറഞ്ഞ ക്ലൗഡ് സീഡിംഗ് വഴി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രളയത്തിന് കാരണം ക്ലൗഡ് സീഡിംഗ് അല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സയന്റിസ്റ്റുമാരൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം? യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും തന്നെയാണ്. നമുക്കറിയാം, ദുബായ് പോലെയുള്ള വളരെ വലിയ സിറ്റികൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരുപാട് ഇൻഡസ്ട്രീസ്, അതേപോലെയുള്ള വെഹിക്കിൾസ്, ഇതിൽ നിന്നൊക്കെ വരുന്ന കാർബൺ എമിഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള അല്ലെങ്കിൽ മീഥെയ്ൻ പോലെയുള്ള ഒരുപാട് ഗ്യാസസ്, ഈ പറഞ്ഞ ഗ്യാസസിനെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഗ്ലോബൽ വാർമിംഗ് വളരെ ശക്തമായിട്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൂര്യനിൽ നിന്ന് വരുന്ന സൺലൈറ്റ് ഭൂമിയിൽ തട്ടി തിരിച്ച് അത് റേഡിയേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡും മീഥേനൊക്കെ എന്ത് ചെയ്യും, അവയെ തടഞ്ഞു നിർത്തുകയും ഭൂമിയുടെ സർഫസ്, അതിൻ്റെ ഉപരിതലത്തിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, സ്വാഭാവികമായും വർദ്ധിക്കുകയും ചെയ്യും. ഈ വർധനവ് കാരണം നമുക്കറിയാം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ നല്ല ഒരു എഫക്റ്റ് സംഭവിക്കുന്നത് ഓഷ്യൻസിലാണ്, അല്ലെങ്കിൽ കടലുകളിലാണ്. കാരണം ഇതിൻ്റെ 80% ചൂടിനെ ഈ കടലുകൾ എന്ത് ചെയ്യും, ആഗിരണം ചെയ്യുകയും അതുവഴി അവയുടെ വ്യാപ്തം, വോള്യം എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. മാത്രവുമല്ല, ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, അത് ഉരുകുവാനും സീ ലെവൽ സ്വാഭാവികമായിട്ടും ഉയരുകയും ചെയ്യും. ഇപ്പോൾ ദുബായ് പോലുള്ള സിറ്റീസൊക്കെ നമുക്കറിയാം ഒരുപാട് കോസ്റ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയസ്, ഇപ്പോൾ പാം ജുമേറ പോലെയുള്ള അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യൽ ഐലൻഡുകളൊക്കെ ഉണ്ടാക്കിയ അത്തരത്തിലുള്ള സ്ഥലത്ത് സീ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അത് അവിടെയുള്ള മൊത്തം സിസ്റ്റത്തിനെ, അവരുടെ എക്കോസിസ്റ്റം മാത്രമല്ല അവരുടെ ടൂറിസത്തെ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പോവാണ്, ബാധിക്കാൻ വേണ്ടി പോവാണ്. ചില കണക്കുകൾ പറയപ്പെടുന്നത് ഓരോ വർഷവും കുറഞ്ഞ മില്ലിമീറ്റർ അളവിൽ സീ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 2050 അല്ലെങ്കിൽ 2100 കൂടി തന്നെ 1100 സ്ക്വയർ കിലോമീറ്ററോളം ഭാഗങ്ങൾ എന്ത് ചെയ്യും, UAEയുടേത് നഷ്ടപ്പെടുമെന്നാണ്. 9 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ അബുദാബി, അതേപോലെ തന്നെ ദുബായ് പോലെയുള്ള നഗരങ്ങൾ എന്ത് ചെയ്യും, പൂർണ്ണമായി വെള്ളത്തിലാവുകയും എന്നൊക്കെയാണ് ചില പഠനങ്ങൾ എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് നമ്മളൊക്കെ വളരെ പേടിയോടുകൂടി തന്നെ നോക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത് ഓരോ വർഷവും എന്ത് ചെയ്യും, നമ്മൾ സ്ഥിരം പറയാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു, അതിൻ്റെ മുമ്പത്തെ വർഷമാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടായതെന്ന് അല്ലേ. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, വീണ്ടും ചൂടിടി. ഇപ്രാവശ്യം നമ്മൾ എന്ത് പറയുന്നു, ചൂട് വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ്. ഇപ്പോൾ നമുക്കറിയാം, UN പോലെയുള്ള പല ഓർഗനൈസേഷൻ എന്തുണ്ട്, സീറോ കാർബൺ എമിഷൻ പദ്ധതികൾ അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 2050 കൂടിയിട്ട് കാർബൺ എമിഷൻ പരമാവധി കുറക്കുകയും എന്നിട്ട് നമ്മുടെ ലോകത്തെ അല്ലെങ്കിൽ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തടയിടുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നത് മുമ്പോട്ട് വെക്കുന്ന പദ്ധതികൾ, ഇതിനെ എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താകും, നമുക്ക് ഈ പദ്ധതികളൊക്കെ എന്ത് ചെയ്യാം, പിന്നെ പരമാവധി ഉപയോഗപ്രദമാക്കാം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ ദുബായിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ് കാരണം അവിടെ മഴ പെയ്തു, അതല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കാരണമായിട്ട് തന്നെ സീ ലെവൽ ഉയരുകയും അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിലാകുന്നു, അവിടുത്തെ എക്കോസിസ്റ്റം വ്യത്യാസപ്പെടുന്നു, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രൂപത്തിലുള്ള ചില സംഗതികൾ എന്ത് ചെയ്യുന്നു ലോകത്തിന്റെ പല രാജ്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും ഇനിയും വർഷങ്ങളിൽ വരാനുണ്ട്. ഇപ്പൊ ആലോചിച്ച് നോക്കാം, ദുബായിൽ സംഭവിച്ച അതേ കാര്യം നമ്മൾ കേരളത്തിലാണ് സംഭവിച്ചതെങ്കിലോ. കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ ഫ്ലഡ് വന്നിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലേ? നമ്മൾ അതിനെ കുറേയൊക്കെ ഓവർകം ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോഴും വലിയ വികസനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ നാഷണൽ ഹൈവേയുടെ വികസനം പോലെയുള്ള ഒരുപാട് പിന്നെ ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ലാൻഡ്സ് ഒക്കെ എടുത്തുകൊണ്ടും നികത്തിക്കൊണ്ടും ഉയർത്തിക്കൊണ്ടൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളൊക്കെ നോക്കിക്കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ ദുബായിൽ സംഭവിച്ച അതേ കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചതെങ്കിലോ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു പിന്നെ റെസ്പോൺസ് ഉണ്ടാവുക? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് നിങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നൽകുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്